ഇതിങ്ങനെ വരക്കണം. എടി ഞാൻ എനിക്ക് പെണ്ണില്ല, നീ ഒന്ന് പെണ്ണ് തരുമോ? നീ പെണ്ണെടുത്തിനാ എന്നുള്ള ഇവിടെ എപ്പോ നോക്കിയാലും പെണ്ണ് പോയി തിരിച്ചു വീട്ടിൽ പോകുമ്പോ പെണ്ണ് തന്നു. ഉറപ്പേന്റെ പെണ്ണിനെ കളിക്കുന്നു. ഇതൊക്കെ ഇത് വരയ്ക്കാം. എനിക്ക് പുതിയ പെണ്ണ് അച്ഛൻ മേടിച്ചിട്ടുള്ളത്. നീ ഹോംവർക്ക് ചെയ്ത ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഓക്കെ സ്റ്റുഡൻസ്, ഞാൻ എടുത്ത പാഠത്തിന്റെ ഹോംവർക്ക് എല്ലാം ചെയ്ത എല്ലാരും ഞാൻ ചെയ്താ? ഇനിയോ ഇത് എന്റെ കള്ള ലക്ഷണം. ഇന്നലെ ഞാൻ നടത്തിയ പാഠത്തിന്റെ ഹോംവർക്ക് തന്നതിന് ചെയ്തിനോ? എനിക്ക് കൈ നട്ടിയ എപ്പോഴും തന്നാ ചെയ്യൊന്നുമില്ല. ഇനി മേലാങ്കില് ഹോംവർക്ക് തന്നാ ചെയ്തിട്ട് വേണം അകത്ത് കയറാൻ, കേട്ടല്ലോ? പുറത്ത് പോ, പുറത്ത് നിൽക്കൂ, വിളിക്കൂ. അടുത്ത എന്നാ പാഠം എടുത്തേ? ഇന്നലെ ABCD. എന്നാ തന്നേ ചെയ്തിട്ട് വരെ? ഇന്നലെ ഓർമ്മയില്ല. ഇന്നലെ ബഷീർ ദിനാണോ? അപ്പൊ അതിനെ കുറിച്ചല്ലേ എഴുതിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞേ. അപ്പൊ ABCD ആണോ എഴുതിയിട്ട് വരേണ്ടത്? എണീക്ക്, കൈനട്ട്. രണ്ടും ഒന്നും ചെയ്യൂല. ഇനി മേലെ രണ്ടും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല, മനസ്സിലായല്ലോ? പറഞ്ഞത് എന്താന്നറിയോ? വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളരും. ഇനിയിപ്പൊ ഞാൻ തന്ന ഹോംവർക്ക് വീട്ടിലിരുന്നിട്ട് പോയിട്ട് നല്ലോണം ചെയ്തിട്ട് നാളെ കൊണ്ടുവരണം. ഇല്ലാന്ന് പറഞ്ഞിട്ട് രണ്ടും വന്നിട്ടുണ്ടെങ്കിൽ നേരെ പ്രിൻസിപ്പാളിന്റെ റൂമിലായിരിക്കും പോവുക. ഓക്കെ? താങ്ക് യു. ഓക്കെ സ്റ്റുഡന്റ്. എനിക്കിത് വേണം. നിങ്ങളോട് സൈലന്റ് ആയിട്ട് നിൽക്കാനല്ലേ പറഞ്ഞത്? ഇവളെ നുള്ളി. നിങ്ങൾ രണ്ടാളും എപ്പോ ഒന്ന് നിന്നാൽ അടി തന്നെയായിരിക്കുമല്ലോ. കൈപോക്കി നിന്നാട്ടെ. കൈ ഇവളാണ്. സംസാരം കൂടുന്നുണ്ട്. ഞാൻ പോയിട്ട് വരുന്നവരെ കൈ ഇങ്ങനെ തന്നെ വെച്ച് നിൽക്കണം, കേട്ടല്ലോ? കൈ വെന്നെടുക്കുന്നു. അവര് പോയി തോന്നുന്നു. നിങ്ങൾ രണ്ടാളോടും മര്യാദക്ക് നിൽക്കാനല്ലേ പറഞ്ഞേ? ഇവള് പറഞ്ഞ് കൈ കടയുന്നത്. കൈ നീട്ടിയ രണ്ടും ഒരുമിച്ച് കൂടിയാൽ എപ്പോഴും പ്രശ്ന. നാളെ രാവിലെ വരുമ്പോ പേരൻസിനെ കൂട്ടിട്ട് വന്നാ മതി കേട്ടാ. പണിഷ്മെന്റ് കിട്ടിയതാ. വേഗം പൊക്കെ വേഗം കിട്ടും. നീ ഇപ്പൊ ഇരിക്കടി അവിടെ. രണ്ടാക്കും കൂടി ഇരിക്കാം. ഹലോ സ്റ്റുഡന്റ്. ഗുഡ് മോർണിംഗ് എല്ലാം അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ രണ്ടാളെ പരീക്ഷ പേപ്പർ കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാ കുട്ടികളും പാസ്സായിട്ടുണ്ട്. അനാമിക 20 0. ചക്കിക്കൊത്ത് ചങ്കരൻ തന്നെ 20 0. നല്ല മാർക്കല്ലേ? വീട്ടിൽ കൊണ്ടുപോയി കാണിക്കണേ കേട്ടോ. അതെ 20 0 വാങ്ങിയിട്ട് നല്ലോണം നീ വീട്ടിൽ നിന്ന് പഠിക്കണം. അടുത്ത പരീക്ഷക്ക് നല്ല മാർക്ക് വേണം. നീ എഴുതുന്ന മുമ്പ് എനിക്ക് ഫസ്റ്റ് എഴുതി. ഇത് പൊട്ടത്തെറ്റ് ഇങ്ങനെയൊന്നല്ലേ എഴുതണ്ട. അതിന്റെ ആൻസർ ഇതൊന്നും അല്ല പൊട്ടത്തി. സാരമില്ല, ഞാൻ എങ്ങനെയാലും ഫസ്റ്റ് ഞാൻ തന്നെ എഴുതി. രണ്ടാമത് മിസ് എഴുതാൻ പറയും കേട്ടോ. സാരമില്ല, ഇത് ഇങ്ങനെയല്ല പൊട്ടത്തെറ്റ്. നീ ഫുള്ളായിട്ട് എഴുതിയിട്ട് കാര്യമില്ല, പൊട്ടത്തെറ്റാണ്. നിന്റെ ഒരു കാര്യം വെച്ച് നീ ആദ്യം പറയൂ. ഞാൻ നിന്നെയും കാട്ടി മുമ്പ് എഴുതിയിട്ടൊന്നും കാര്യമില്ല. എന്തെഴുതിക്കാൻ നമ്മളെ അവസ്ഥ ഇങ്ങനെ തന്നെയല്ലേ.